അങ്ങനെ ഒടുവിൽ നമ്മുടെ സ്വന്തം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നു. മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം ലഭിച്ചതോടെയാണ് പുറത്തേക്കുള്ള വഴി തുറന്നത്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജയിൽ മോചിതനാക്കുന്നത്. ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികതയിൽ പ്രോസിക്യൂട്ടർ സംശയം ഉന്നയിച്ചതോടെ കഴിഞ്ഞ ദിവസം വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്നാണ് മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. അറസ്റ്റ് സുപ്രീം കോടതി നടപടികൾക്ക് വിരുദ്ധമാണെന്നും രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും കേസിൽ SITക്ക് മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചു. 2 ആഴ്ചയിലധികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കഴിയുകയാണ്. ഇതോടെ മാങ്കൂട്ടത്തിന് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കും. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ നേരത്തെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ജസ്റ്റിസ് അരുന്ധതി ദിലീപാണ് ജാമ്യ ഹർജിയിൽ ഉത്തരവിട്ടത്. അടച്ചിട്ട കോടതിയിൽ മുറിയിൽ 2 മണിക്കൂർ വിശദമായ വാദം കേട്ടതിനു ശേഷമായിരുന്നു വിധി. പ്രോസിക്യൂഷന് വേണ്ടി MG ദേവിയായിരുന്നു ഹാജരായത്. രാഹുലും യുവതിയുമായി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കി. എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പ്രതി സ്ഥിരം കുറ്റക്കാരനാണെന്നും കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരുന്നുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് രാഹുലിന്റെ ഹർജിയിൽ വാദം കേൾക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രോസിക്യൂഷൻ റിപ്പോർട്ട് നൽകിയിരുന്നു. പത്തനംതിട്ട കോടതിയിലെ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരത്തോടെ മാങ്കൂട്ടം പുറത്തിറങ്ങും. ഇനി എന്നാണ് വീണ്ടും അകത്തേക്ക് പോകുന്നതെന്ന സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. ജയിലിൽ ഇപ്പോൾ പഴയതുപോലെ ഗോതമ്പുണ്ടയല്ല കിട്ടുന്നത്, അടിപൊളി ഭക്ഷണമാണ്. മാത്രമല്ല കൈനിറയെ ദിവസക്കൂലിയും. മിക്കവാറും ഇക്കണക്കിനാണെങ്കിൽ അടുത്ത കേസും വന്നുടയുകയില്ല. അതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പോലും പറഞ്ഞത്. പരാതികൾ വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന്. അതിനുള്ള സാധ്യതകൾ കാണുന്നു. അതിനി എവിടെ നിന്നാണോ വരുന്നതെന്ന് ഒരു പിടിയുമില്ല. എവിടെ നിന്ന് വേണേലും വരാം. മൂന്നാമത്തെ പരാതി കാനഡയിൽ നിന്നായതുകൊണ്ട് 4ാമത്തെ പരാതി അതിനടുത്ത് അമേരിക്കയിൽ നിന്ന് വരുമോ എന്നാണ് നവമാധ്യമങ്ങളിലെ ചോദ്യം. ഏതായാലും മാങ്കൂട്ടം അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പഴയ കുറ്റികളെയൊക്കെ തേടിപ്പിടിച്ച് കാലിൽ വീണ് മാപ്പ് ചോദിക്ക്. എന്തായാലും പറ്റിപ്പോയി. ഇനിയും പരാതിയുമൊക്കെയായി വന്ന് ജയിലിൽ പിടിച്ചിടരുതേ എന്ന് കാലിൽ വീണ് പറഞ്ഞാൽ മനസ്സലിയും. പെൺമനസ്സല്ലേ, അലിയാതിരിക്കില്ല.